നമസ്കാരം. എൻസ്കേപ്പ് ട്യൂട്ടോറിയൽ വീഡിയോസിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് എൻസ്കേപ്പിൽ എങ്ങനെയാണ് നമുക്കൊരു വീഡിയോ റെൻഡറിങ് ചെയ്യാൻ സാധിക്കുന്നത്, അത് എന്തൊക്കെ സെറ്റിങ്സ് നമുക്ക് ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. പറഞ്ഞ് സമയം കളയാതെ നമുക്ക് നേരെ കമ്പ്യൂട്ടറിനടുത്തേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ പഴയ നമ്മുടെ സ്കെച്ചപ്പ് ഫയൽ ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട്. ഇത് കാണുന്നവർക്കറിയാം, എൻ്റെ വീഡിയോ മുമ്പ് കണ്ടുകൊണ്ടിരുന്നവർക്കറിയാം, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തുകൊണ്ടുവന്ന ഒരു ബിൽഡിംഗ് ആണ്. അത് കാണാത്തവരെന്നുണ്ടെങ്കിൽ പുറകിലോട്ട് പോയാൽ മതി. ഗുരുകുലം, അതായത് പ്ലേലിസ്റ്റിൽ ഗുരുകുലം എന്ന ഫോൾഡറിനകത്ത് സ്കെച്ചപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വീഡിയോസ് ഉണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ള അത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ ചെയ്ത ഒരു വീടാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇന്നിപ്പോൾ വീഡിയോ റെൻഡറിങ്, എൻസ്കേപ്പിൻ്റെ വീഡിയോ റെൻഡറിങ് എങ്ങനെയെന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഞാൻ ഇവിടെ എൻസ്കേപ്പും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഇനിയിപ്പോൾ വീഡിയോ റെൻഡർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ റെൻഡർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ വീഡിയോ എഡിറ്റർ, ഈ എൻസ്കേപ്പിൻ്റെ ഈ ഒരു ഇതിൽ തന്നെ വീഡിയോ എഡിറ്റർ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിൽ വി എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താലും മതി. ഞാനിത് പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതോ ഒരു ഫേസ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ വീഡിയോ പാത്ത്, പിന്നെ അതുപോലെ തന്നെ താഴെ പാത്ത് കൂടെ കൊടുത്തിട്ടുണ്ട്, ജനറൽ ടൈം ലൈൻ അങ്ങനെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ കടന്നോട്ടെ. താഴെയായിട്ട് ഇതാണ്ടോ നമ്മുടെ വീഡിയോ കീ കൊടുക്കാൻ വേണ്ടി, കീ കൊടുത്താലേ നമുക്കൊരു ആനിമേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ആനിമേഷൻ കീ കൊടുക്കാൻ വേണ്ടിയുള്ള സ്ഥലം നമുക്ക് താഴെ കാണാം. ഇതാണ് കീ ബട്ടൺ. ലെഫ്റ്റും റൈറ്റും കിടക്കുന്നതാണ് കീ ബട്ടണുകൾ കേട്ടോ. ഈ പ്ലസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കീ ബട്ടൺ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു 3D മോഡലിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ കീബോർഡിൽ ഡൗൺ ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ കണ്ടോ, ക്യാമറ ബാക്കിലേക്ക് പോകുന്നു. ഇനി അതുപോലെ തന്നെ ഷിഫ്റ്റും ഡൗൺ ബട്ടണും ചേർന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്പീഡായിട്ട് ക്യാമറ ബാക്കിലേക്ക് പോകും. ഞാൻ ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് നമ്മൾ ഈ റെൻഡർ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് തെങ്ങിൻ്റെയും ഇടയിൽ കൂടെ, കോക്കനട്ട് ട്രീയുടെ ഇടയിൽ കൂടെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന ഒരു സീനാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ ഇത് കറക്റ്റ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കീ ഫ്രെയിം കൊടുക്കുകയാണ്. ഓക്കെ, ഇടത് സൈഡിൽ ഞാനൊരു കീ പ്രസ് ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് കീ. ഇനി ഞാൻ നമ്മുടെ കീബോർഡിൽ അപ്പ് കീ കൊടുത്ത് ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കീ ബട്ടൺ കൊടുത്തതുകൊണ്ട് മൗസ് വെച്ച് ഒന്നും കൂടെ ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പ് കീ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഞാൻ അപ്പ് കീ കൊടുത്ത് ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുന്നില്ല, അത് പതുക്കെ പോയാൽ മതി, കാരണം ചിലപ്പോൾ അങ്ങ് സ്പീഡിലായി പോകും. ഓക്കെ, ഇവിടെ വെച്ച് ഞാൻ നിർത്തി. ഇനി ഞാനിവിടെ റൈറ്റ് സൈഡിൽ കീയും കൂടെ കൊടുക്കുകയാണ്. അപ്പം ഇവിടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, ടൈം ലൈൻ 0 കണ്ടോ, ഇത് ടോട്ടൽ ഡ്യൂറേഷൻ 000 ആണ് കിടക്കുന്നത്. ഞാൻ ഇപ്പുറത്ത് വെച്ച് ഞാൻ ഒരു കീയും കൂടെ കൊടുത്തു. അപ്പോൾ കീയുടെ ഡ്യൂറേഷൻ ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളടത്ത് ഞാൻ 8 കൊടുത്തു. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ എണീറ്റ് കുറച്ച് മുകളിലോട്ട് കയറിയിരുന്നു കേട്ടോ. കാരണം ഞാനിരുന്ന സ്ഥലത്താണ് മറ്റേ ലെഫ്റ്റ് കീയും കാര്യങ്ങളൊക്കെ, അതൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് മുകളിലോട്ട് മാറിയിരുന്നു. അത് നോക്കുക, ഇവിടെയാണ് കേട്ടോ ലെഫ്റ്റ് കീ വരുന്നത്. അപ്പം ഫസ്റ്റ് കീ നമ്മൾ ഇതാണ് കൊടുക്കേണ്ടത്. പിന്നെയാണ് ബാക്കിയുള്ള കീ എല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്ത് പോകേണ്ടത്. പിന്നെ അതിൻ്റെ താഴെ തന്നെ ടൈം സ്റ്റാമ്പ് ഉണ്ട്, ടൈം ഓഫ് ഡേ ഉണ്ട്, ഫോക്കൽ പോയിൻ്റ് ഉണ്ട്, ഫീൽഡ് ഓഫ് വ്യൂ ഉണ്ട്. അങ്ങനെ ഇതിലെല്ലാം നമുക്ക് കീ സെറ്റ് ചെയ്യണം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിലെല്ലാം നമുക്ക് കീ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയാണ് ഞാൻ മുകളിലോട്ട് മാറിയിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ഇപ്പം നമ്മളിവിടെ ടൈമും സെറ്റ് ചെയ്തു അല്ലേ, ടൈം സ്റ്റാമ്പ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ഈ കീയുടെ ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത് 000യും ഇതിൻ്റെത് 00008 എന്നുള്ളതിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം അതങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഫസ്റ്റ് ക്ലിപ്പ് ക്ലിക്ക് ചെയ്തു കണ്ടല്ലേ, ഞാൻ അത് ക്ലിക്ക് ചെയ്തിരിക്കുന്നതാണ്. ആ കളർ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ബ്ലാക്ക് ആയിട്ടിരിക്കുന്നത് ക്ലിക്ക് ചെയ്തിട്ടില്ല. ഇപ്പം മൗസ് ഇരിക്കുന്നതാണ് ഇപ്പോൾ ഒരു കളർ ചേഞ്ചിൽ നിൽക്കുന്നത്.
അപ്പോൾ ഇവിടെ ഞാൻ ടൈം ഓഫ് ഡേ കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ ടൈം എന്ന് പറയുന്നത് ടൈം ഓഫ് ഡേ എന്ന് പറഞ്ഞാൽ 2:20 PM 2:20 PM ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഇപ്പുറത്ത് അപ്പം ഇവിടെ നിങ്ങൾ നോക്കുക, ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇതാണ്ടോ ഇവിടെ ടൈം ഓഫ് ഡേ എന്നുള്ളതിൽ ഒരു കീ വന്നിട്ടുണ്ട്. ഇനി അടുത്ത കീ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇതിന് ഞാൻ കൊടുക്കുന്നു, അതിൻ്റെയും ടൈം ഓഫ് ഡേ ഞാൻ സെറ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ സെറ്റ് ചെയ്യട്ടെ 3, 4, 5:20 PM സെറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ, അല്ലേ? ലൈറ്റും കാര്യങ്ങളെല്ലാം അതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. കണ്ടോ, ആ മരങ്ങളൊക്കെ ആ നിഴലിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരു കീയും കൂടെ ഒന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇടത്ത് നിന്ന് വലത്തേക്ക് കുറച്ചും കൂടെ ഒന്ന് മൂവ് ചെയ്യിക്കുകയാണ് കേട്ടോ. ഓക്കെ, ക്യാമറയാണ് മൂവ് ചെയ്യിച്ചത്. ഇനി ഞാൻ ഇവിടെയും ഒരു കീ കൊടുക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ ഈ നമ്പർ വന്നു 8+8 എന്ന് പറയുന്ന അത് ടൈം എന്ന് പറയുന്നത് ടോട്ടൽ ഡ്യൂറേഷൻ 16 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 8+8 അല്ലെങ്കിൽ അങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ഇപ്പോൾ നമ്മൾ 8 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്ലസ് ഒന്നും കൂടെ കൊടുത്തു വേണം നിങ്ങൾ സെറ്റ് ചെയ്ത് പോകേണ്ടത് കേട്ടോ, 16. ഇനി അടുത്ത കീ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് എന്താണ്, 16+8 അങ്ങനെ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ഒരു ഫ്രെയിമിൽ, കറക്റ്റായിട്ടുള്ള ഫ്രെയിമിൽ നമുക്ക് ആ വീഡിയോ ഒരു ലാഗില്ലാതെ എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിവിടെ ടൈം ഓഫ് ഡേ സെറ്റ് ചെയ്തത് 2:20 PM നിന്നും 5:20 PM കാരണം എന്താണ്, നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ ആ ഒരു മരങ്ങളുടെ നിഴൽ ഓടേണ്ടത്, അതായത് ഇപ്പോൾ ഇതിൽ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്, ഫാസ്റ്റായിട്ട് പോയി ഒരു ലൈറ്റിംഗ് ഉള്ള അത് രാത്രി വിഷ്വൽസിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സമയമെടുത്ത് ചെയ്യുക. ഇത് ഞാൻ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് പോലെ ഇരിക്കും. അതിൽ ഗ്രാഫിക്സ് കാർഡും, അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഗ്രാഫിക്സ് കാർഡും അതുപോലെ തന്നെ റാമൊക്കെ കൂടുതലുണ്ടെങ്കിൽ നല്ല ഹൈ സ്പീഡിൽ നിങ്ങൾക്ക് അത് റെൻഡർ ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കും. മറ്റുള്ള എല്ലാ സോഫ്റ്റ്വെയറേക്കാളും, അതായത് ലൂമിയോൺ ആയിരുന്നാലും വീറ ആയിരുന്നാലും എല്ലാത്തിനേക്കാളും ഫാസ്റ്റായിട്ട് നമുക്ക് റെൻഡറിങ് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയറാണ് എൻസ്കേപ്പ്. അതിൽ ഒരു തർക്കവുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടോ ഇവിടെ ഫോക്കൽ പോയിന്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു ഫോക്കൽ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നു. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല, അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഫോക്കൽ പോയിന്റ് ക്ലിക്ക് ചെയ്യുന്ന മുമ്പേ നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഏത് കീയിലാണ് നിങ്ങൾക്ക് ഫോക്കൽ പോയിന്റ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി വേണം ചെയ്യാൻ. അല്ല എല്ലാ കീയിലും കൂടെ കയറി ഫോക്കൽ പോയിന്റ് സെറ്റ് ചെയ്യരുത്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ കീയിലാണ് ഫോക്കൽ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 2 മരങ്ങൾ ഇപ്പോൾ ഇങ്ങനെ നിപ്പുണ്ട്. അപ്പോൾ ഈ മരങ്ങളെ നമുക്കങ്ങ് ബ്ലർ ചെയ്യണം. നമുക്ക് വേണ്ടത് ഈ വീടാണ് മെയിനായിട്ട് കാണേണ്ടത്, അല്ലേ? ഈ വീടാണ് നമുക്ക് മെയിനായിട്ട് കാണുന്നത്. അപ്പോൾ ഈ 2 മരങ്ങളെ ബ്ലർ ചെയ്യിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫസ്റ്റ് ഈ ഒരു ഫസ്റ്റ് കീയിൽ ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഫോക്കൽ പോയിന്റ് ഓപ്പൺ ചെയ്തു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഫോക്കൽ പോയിന്റ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ, അതായത് വിഷ്വൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഇതിൽ കണ്ടോ ഈ ഓട്ടോ ഫോക്കസ് എന്നുള്ള ഈ ഒരു സംഭവം ഇനേബിൾ ചെയ്യണം. ഇനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോക്കൽ പോയിന്റ് ഇവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ജസ്റ്റ് ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ് 1 എന്ന് കൊടുത്തു. അപ്പോൾ ഫോക്കൽ പോയിന്റ്, ഓട്ടോ ഫോക്കൽ പോയിന്റ് ഞാൻ എൻ്റെ അത് ക്യാൻസൽ ചെയ്യുകയാണ്. ഇനി ഞാനിവിടെ നിന്ന് സെറ്റ് ചെയ്യാം. നിങ്ങൾ നോക്കുക, ഈ ഒരു ഫോക്കൽ പോയിന്റ് എന്നുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടോ ഒരു വെട്ടം ഇങ്ങനെ പോകുന്നുണ്ട്, ഒരു ലൈൻ പോലെ കണ്ടോ
ലൈൻ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, വേണ്ട. ഈ ലൈൻ എവിടെയാണ് നിങ്ങൾക്ക് ഫോക്കൽ വേണ്ടത് അവിടെ കൊണ്ട് കറക്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ വീട്ടിലെ ഈ ഒരു ഭാഗത്താണ് ഫോക്കൽ ചെയ്യാൻ പോകുന്നത്. അത് കറക്റ്റായിട്ട് ഫോക്കൽ ചെയ്യണ്ട. ഇവിടെയാണ് ഇപ്പോൾ ഫോക്കസ് ആയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? പിന്നെയും ഈ വിഷ്വൽ സെറ്റിങ്സിൽ വന്നിട്ട് ഡെപ്ത് ഓഫ് ഫീൽഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഡെപ്ത് ഓഫ് ഫീൽഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് കണ്ടോ, കൂട്ടുന്നതനുസരിച്ച് ആ 2 തെങ്ങുകളും ബ്ലറാവുന്നത്. ഇപ്പം ഇവിടെ മാത്രമേ ഫോക്കസിങ് വരുന്നുള്ളൂ, കണ്ടില്ലേ? ഇതൊരു 37 കിടന്നോട്ടെ. ഇനി ഞാൻ ഇതങ്ങ് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് പ്ലേ ബട്ടൺ പ്ലസ് ചെയ്യാം. ഇത് 2 സൈഡിലുള്ള ആ തെങ്ങും അങ്ങ് ബ്ലറായിട്ട് ഫോക്കൽ അവിടെ മാവും എല്ലാം ബ്ലറായി. ആ വീട് മാത്രം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇത് പോയിക്കണം. ആ ഫ്രണ്ടിൽ നിൽക്കുന്ന മരങ്ങളെല്ലാം ബ്ലറായിരിക്കുകയാണ്, കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്? എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മുൻ അധ്യായങ്ങളും കൂടെ പോയി കാണുക. കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.